32 ദിവസം കടലിൽ കിടക്കുന്ന ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടാണ് നമ്മുടെ പുറകിലിരിക്കണം. അപ്പോൾ ഇതിന്ന് നീറ്റിലേക്ക് ഇറക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദിവസങ്ങളോളം കടലിൽ കിടക്കണ, ഒരു മാസത്തോളമൊക്കെ കടലിൽ കിടക്കണ ഡീപ് സീ ഫിഷിങ്ങിനാണ് ഒരു ബോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് വലിയ വലിയ കൊമ്പന്മാരെയൊക്കെ പിടിക്കണതാണ് ഈ ബോട്ടിൽ പോണ മെയിനായിട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ മുന്നേ പോയിരുന്നത് ഈ ബോട്ടിലായിരുന്നു. ഏകദേശം ഒരു 32 ദിവസം കഴിഞ്ഞിട്ടാണ് കരക്ക് വന്നത്. അന്ന് നമ്മൾ പോയ ബോട്ടിൻ്റെ ഓണറിൻ്റെ മച്ചാൻ്റെ, അതായത് അളിയൻ്റെ ഒരു ബോട്ടാണ് ഈ കാണുന്നത്. ഈ ബോട്ട് ഇറക്കണത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുണ്ട്. അതായത് എടക്കൊച്ചിയിലാണ് നമ്മുടെ ഈ ബോട്ട് പണിതേക്കണതും അതുപോലെ നീറ്റിലേക്ക് ഇറങ്ങാൻ പോകണം. അപ്പോൾ അവരുടെ ഫാമിലിയും അതുപോലെ കസിൻസും എല്ലാവരും വന്നേക്കുന്നുണ്ട്. 80 അടിയോളം നീളമുള്ള ബോട്ടാണ് ഈ കാണുന്നത്, 80-85 അടിയോളം. അപ്പോൾ ഇത്രയും നീളമുള്ള ബോട്ടും കൊണ്ടാണ് നമ്മൾ ഇത്രയും ആഴക്കടലിൽ പോയി പണിയെടുക്കുന്നത്. മുമ്പൊക്കെ സ്റ്റീൽ ബോഡി ആയിരുന്നില്ല, ഇത് നമ്മുടെ ഫൈബർ ബോഡി ആയിരുന്നു കൂടുതലും ഇങ്ങനത്തെ ബോട്ടുകൾ ഉപയോഗിച്ചിരുന്നത്, ഒഴുക്കുവല ബോട്ടുകൾ. ഇപ്പോഴും ഫൈബർ ബോഡിയാണ് ഉപയോഗിക്കണം. ഇപ്പോൾ കുറച്ച് ബോട്ടുകളൊക്കെ സ്റ്റീൽ ബോഡി ആക്കി തുടങ്ങുന്നുണ്ട്. മെയിനായിട്ട് അതിൽ ഉദ്ദേശിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. കാരണം ഇത്രയും ഡീപ്പ് സീയിൽ പോയി പണിയെടുക്കുന്ന ബോട്ടാണല്ലോ, പെട്ടെന്നായിരിക്കുള്ളൂ വലിയ കാറ്റും കോളെല്ലാം വന്നത്. അങ്ങനെ നമ്മുടെ ജയപാലനൻ, നമ്മൾ മുന്നേ പോയ ആണ്ടവർ ഗിൽനെറ്റ് ബോട്ടിലെ മുതലാളിയാണ്ട, പുള്ളി കൊച്ചായിട്ട് കയറുന്നു. ഇഷ്ടംപോലെ കുട്ടിക്കുട്ടൻസ് വന്നിട്ടുണ്ട്. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും പണികൾ ബാക്കി കിടക്കേണ്ട. പക്ഷെ ഇന്ന് നമ്മൾ ബോട്ട് നീറ്റിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കടലിലേക്ക് പോകട്ടെ. അപ്പോൾ കടലിലേക്ക് പോണതിന് മുന്നേ ആദ്യം തന്നെ തൂത്തുക്കുടി പോയിട്ട് വീഞ്ചും വലയെല്ലാം കയറ്റിയിട്ടാണ് പണിക്ക് പോകുന്നത്. ബോട്ടിൻ്റെ ഓണർമാരും അതുപോലെ റിലേറ്റീവ്സ് എല്ലാം ഒരു വണ്ടി എടുത്ത് നേരെ പോകുന്നുണ്ട്. ചെറിയൊരു മിനി ബസ് എടുത്ത് പോകുന്നവർ നാട്ടിൽ നിന്ന്. അപ്പോൾ അതെ, ബോട്ടിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്. ബോട്ടിൻ്റെ ബാത്റൂമിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ മുന്നേ പോയ ബോട്ടിനേലും അത്യാവശ്യം വീതിയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാ. ഈ ബോട്ടിൽ പണിക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 11-12 പേരെ പോവുള്ളൂ. അപ്പോൾ ഇത്രയും പേർക്ക് പണിയെടുക്കാനായിട്ടുള്ള പണിയേ ഉള്ളൂ. പക്ഷേ ആ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിപ്പണിയുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ്. കൂടുതലും എയ്സിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ഈ ബോട്ടിൽ കാണാനായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കിടക്കാനൊക്കെ ഉള്ള ആ ഒരു ഏരിയയാണ് ഈ കാണുന്നേട്ടാ. ഗിയർ ലിവറും കാര്യങ്ങളും അതുപോലെ അടിയിലും നമുക്ക് കിടക്കാം. ഓരോരോ അറകളാണ് അവിടെ കാണുന്നത്. ബോട്ടിൻ്റെ സ്വിച്ചുകൾ, ലൈറ്റിൻ്റെ ഫങ്ഷണൽ സ്വിച്ചുകളാണ് ആ മോളിൽ കാണുന്നത്. പിന്നെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡീസൽ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 ലിറ്റർ ഡീസൽ ടാങ്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ഡീസൽ ടാങ്കിനേലും 2 ഇരട്ടി വലിപ്പം ഉണ്ടാകും ഇതിൻ്റെ വാട്ടർ ടാങ്ക്. 15000 ലിറ്ററോളം ഉണ്ടാകും ഇതിൻ്റെ വാട്ടർ ടാങ്ക്. കാരണം 32 ദിവസമൊക്കെ കിടക്കാൻ നേരത്ത് നമുക്ക് കുടിക്കാനും അതുപോലെ ഭക്ഷണത്തിനൊക്കെ വേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളം നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകട്ടെ. എന്നാലും തീർന്നു പോയ സിറ്റുവേഷൻ വരെ ഉണ്ട് കേട്ടോ. 250 HP മഹീന്ദ്രയുടെ 250-270 HP മഹീന്ദ്രയുടെ എഞ്ചിനാണ് കേട്ടോ. 6 സിലിണ്ടർ എഞ്ചിനാണ് ഈ ബോട്ടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റഡറിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ സെറ്റപ്പാണ് ഈ കാണുന്നത്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് വന്നത്, റഡർ. അപ്പോൾ ചുക്കായം തിരിയാനായിട്ടുള്ള ഹൈഡ്രോളിക്കിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നത്. വെള്ളം നിറയായപ്പോഴേക്കും നമ്മൾ ബോട്ട് ഇറക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇവരുടെ ഒരു ആചാരപ്രകാരം ഇഷ്ടംപോലെ പരിപാടികളുണ്ട് ഈ ബോട്ട് ഇറക്കുമ്പോൾ. കുങ്കുമം തേക്കണത്, മഞ്ഞൾ തേക്കണത്, തേങ്ങ ഉടക്കണത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ തേങ്ങയൊക്കെ ഒരു 2-3 ബോക്സിനകത്ത് തേങ്ങ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. മഞ്ചത്തണ്ണി, അതായത് ഒരു മഞ്ഞപ്പൊടി വെള്ളമൊക്കെ ബോട്ടിന് ചുറ്റും തളിച്ച് പിന്നെ നമ്മുടെ കൊമ്പുമ്മയൊക്കെ തേങ്ങ ഉടച്ചതിന് ശേഷമാണ് ഇവർ നമ്മുടെ ബോട്ട് നീറ്റിലേക്ക് ഇറക്കണത്. അപ്പോൾ ആ ഒരു പരിപാടി നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ബോട്ടിൻ്റെ മാനേജർ, പിന്നെ ബോട്ടിൻ്റെ തരക്. ഈ ബോട്ട് നമ്മുടെ കൊച്ചിയിൽ കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സനു ചേട്ടൻ്റെ കെയർ ഓഫിലാണ്. സനു ചേട്ടനാണ് ഈ ബോട്ടിൻ്റെ തരകും കാര്യങ്ങളെല്ലാം ചെയ്തേക്കണത്. പിന്നെ നമ്മുടെ നൗഷാദൊക്കെയാണ് ഈ ബോട്ടിൻ്റെ മാനേജർ. ഇവർ രണ്ടുപേരും വഴിയാണ്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 32 ദിവസത്തെ ഗിൽനെറ്റ് ബോട്ടിൽ പോയി നമുക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാൻ പറ്റിയത്. അവരോട് 2 പേരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ബോട്ടിലിതേ മഞ്ഞത്തണ്ണി, അതായത് മഞ്ചത്തണ്ണി എന്ന് ഇവർ പറയുന്നുണ്ട്, മഞ്ഞപ്പൊടി വെള്ളത്തിന്. അതെല്ലാം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് വന്ന് തേങ്ങ ഉടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ തരകൻ സനു ചേട്ടൻ. അതുപോലെ തന്നെ മാനേജർ നൗഷാദ് ഇതാണ്. അണ്ണന്മാരുടെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ളവരെ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അവർക്കുള്ളത്. നമ്മൾ പല ബോട്ടിറക്കണ വീഡിയോയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഇതുപോലെ തേങ്ങയെ കുടച്ച് ഇതുപോലെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ തളിക്കണ ആദ്യമായിട്ടാണ് ഈ കാണുന്നത്. ഒരു ബോട്ട് ഇറക്കണം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ആ ബോട്ടിലെ പണിക്കാർ, അതുപോലെ മുതലാളിമാർ, തരകന്മാർ, പിന്നെ ബോട്ടിൽ എന്ത് ജോലി ചെയ്യണ ആളുകളാണെന്നുണ്ടെങ്കിലും അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെ എല്ലാം പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടിയാണ് നമ്മുടെ ഈ ബോട്ട് നീറ്റിലേക്ക് ഇറക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പരിപാടികളെല്ലാം ഏകദേശം ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കലാണ്. റെയിലുമേലാണ് നമ്മുടെ ബോട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കട്ടകളും കാര്യങ്ങളെല്ലാം മാറ്റി പിന്നെ ബാക്ക് സൈഡിലുള്ള പായലൊക്കെ നമ്മൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും റെയിലിൽ ഇറക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഉരുളയിൽ ഇറക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസ്ക് വന്നത്.
ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ പയ്യെ ഇറക്കും. പക്ഷേ ഇതിനകത്ത് ഇതുപോലത്തെ കേബിളിലാണ് വലിച്ച് വലിച്ച് ബോട്ടിനെ ഇറക്കി കൊടുക്കണേട്ടാ. അപ്പോൾ അത് എഞ്ചിനിലാണ് പ്രവർത്തിക്കണത്. കണ്ട, ഇതുപോലത്തെ ഒരു ചെറിയ വീഞ്ച് ഉണ്ടാവും. ആ വീഞ്ചിനകത്ത് പയ്യെ 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 ബോട്ടിനെ ഇറക്കി വിടുകയാണ് ചെയ്യണത്. കണ്ട, ഇതുപോലെ റെയിലിൽ ഇറക്കി വിടുകയാണ് ചെയ്യണത്. അപ്പോൾ അതേ നമ്മുടെ ബോട്ട് നീറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നേട്ടാ. മുഴുവനായിട്ട് ഇറങ്ങിപ്പോയില്ല, ചെളി ഉണ്ടായതിൻ്റെ വലിയ ചെളിയിലിരുന്നിട്ട്. അപ്പോൾ ക്രെയിനെല്ലാം വിളിപ്പിച്ച്, പക്ഷേ നമുക്ക് ഇറങ്ങാൻ വഴിയില്ലാത്തതിൻ്റെ വലിയ റോപ്പൊക്കെ ഇട്ട് ഒരു കണക്കിനാണ് നമ്മൾ ബോട്ടിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ്. കുറേ നേരം നമ്മൾ പല രീതിയിൽ ശ്രമിച്ചിട്ടും ചെളിയിൽ അങ്ങനെ കുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ക്രെയിൻ കൊണ്ടുവന്ന് ക്രെയിൻ്റെ ആ ഒരറ്റത്ത് ടയറെല്ലാം കെട്ടിയിട്ട് നമ്മൾ ക്രെയിൻ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ പോയേണ്ട. അപ്പോൾ ബോട്ട് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോക്കോളും. അപ്പോൾ ക്രെയിൻ മാക്സിമം തള്ളിയിട്ട് നമ്മൾ ടയർ കെട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സെൻട്രലായിട്ട് ഇതുപോലെ ക്രെയിനിൻ്റെ ആ ഒരു കൈ വെച്ച് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞപ്പോൾ ബോട്ട് പയ്യെ പയ്യെ ഇറങ്ങി പോകണ്ട. അങ്ങനെ ഒരു 1/4 മണിക്കൂറത്തെ പരിശ്രമത്തിനുള്ളിൽ നമ്മുടെ ബോട്ട് മൊത്തത്തിൽ പുഴയിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ബോട്ടിൻ്റെ വില എത്ര വരുമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഊഹിച്ചൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അറിയണവർ. ഇതേ ബോട്ടിൽ പോയിട്ടുള്ള ഒരു കിടിലം വീഡിയോ നമ്മുടെ പേജിനകത്ത് വരും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എൻ്റെ ഏൽപ്പിക്കുന്നു. ഓക്കെ, ടാറ്റാ.